ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ എടുത്തേക്കുന്നത്. അതായത് സ്കൂൾ തുറക്കേണ്ട തലേ ദിവസത്തെയും അതേപോലെ സ്കൂൾ തുറന്ന ദിവസത്തെയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതേപോലെ കുറച്ച് ലെങ്ത്ത് കൂടുതലാണെന്ന് തോന്നിട്ട് ഈ വീഡിയോയ്ക്ക് സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ എല്ലാവരും. ഇതേപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞാൻ കുറേ കുക്കിംഗ് വീഡിയോയും അതേപോലെ തന്നെ ഫാമിലി വ്ളോഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ചാനലിൽ ഇടാനുള്ളത്. അപ്പോൾ നമുക്ക് തലേ ദിവസം ഉണ്ട് ജൂൺ 3-ാം തീയതിയല്ല സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ജൂൺ 2-ാം തീയതി ഞായറാഴ്ച ആയപ്പോഴേക്കാണ് കുട്ടികൾക്ക് ചെരുപ്പ് മേടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തലേ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. തലേ ദിവസം 2 ദിവസമൊക്കെ നല്ല മഴയായിരുന്നു ഇവിടെ. കാരണം പുറത്തിറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം ചെരുപ്പ് മേടിക്കാൻ ഇത്രയും വൈകിയത്. ലാസ്റ്റ് ആയപ്പോഴാണ് ചെരുപ്പാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇവരുടെ സ്കൂളിൽ ഷൂ ആയിരുന്നു. അപ്പോൾ ഷൂ തന്നെ ഇരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പം പിന്നെയാണ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത് ഷൂ അല്ല, ചെരുപ്പാണ് ഇപ്രാവശ്യം തൊട്ട് എന്നുള്ളത്. അപ്പം അത് കാരണം ഞങ്ങൾക്ക് ഞായറാഴ്ച തന്നെ പോയി എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പം ഞായറാഴ്ച സ്കൂൾ തുറക്കുന്നത് കൊണ്ടാവാം കടകളൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ബാഗൊക്കെ മേടിച്ച കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇവർക്ക് ചെരുപ്പും എടുത്തത്. അപ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ 2-3 മോഡൽ അയച്ചു തന്നിട്ടുണ്ട് അതേപോലത്തെ ചെരുപ്പ് എടുക്കാനായിട്ട്. ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ, ഈ ബ്രദേഴ്സ് ഇവിടെ നിന്നാണ് ചെരുപ്പ് എടുത്തത്. അപ്പോൾ ഞാൻ ചെരുപ്പ് എടുത്തതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അതിന് ശേഷം പിന്നെ ഉള്ളത് മുടി വെട്ടിക്കാനാണ്. 2 പേരെയും മുടി വെട്ടാനുണ്ടായിരുന്നു. കുറേ നാളായിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടിയിട്ട്. സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പായിട്ട് മുടി വെട്ടിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ സ്കൂളിലൊക്കെ പോണ സമയമാവട്ടെ അപ്പോഴേ വെട്ടാമെന്ന് വിചാരിച്ചു നിൽക്കണമായിരുന്നു. അങ്ങനെ ഇവരെ ചെറുപ്പം തൊട്ടേ ഈ ഒരു കടയിലാണ് കേട്ടോ ഈ ചേട്ടനെ കൊണ്ടാണ് മുടി വെട്ടിപ്പിക്കാറുള്ളത്. കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ തൊട്ട് തന്നെ ഇവിടെയുണ്ടോ കൊണ്ടുവരാറുള്ളത്. അപ്പം ചേട്ടനാണെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ആ ഒരു അവരുടെ ഒരു ഇനത്തിൽ മുടിയൊക്കെ അങ്ങനെ വെട്ടിക്കുന്നു. അവരോട് ഓരോന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ച് അത് കാരണം ഇവിടെ ഉണ്ടോ കൊണ്ടുവന്ന് മുടി വെട്ടിക്കാറുള്ളത്. മൂത്ത ആൾക്ക് കുഴപ്പമില്ല കേട്ടോ, അവൻ ഇങ്ങനെ ഇരുന്ന് കൊടുത്തോളും മുടിയൊക്കെ വെട്ടാനായിട്ട്. അവനിക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ ചെറിയ ആൾ കുറച്ച് പാടാണ് കേട്ടോ അവൻ്റെ മുടി വെട്ടാൻ. അവർക്ക് ഭയങ്കര പേടിയാണ് മുടി വെട്ടാനായിട്ട്. കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യം. മുടി വെട്ടൂല എന്ന് പറഞ്ഞവരെ ഇറങ്ങി പോന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യം കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ച് വലുതൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. കയറിയിരിക്കാനൊക്കെ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പം നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നു. പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. ആൾ മുടി വെട്ടി തുടങ്ങിയപ്പോൾ തന്നെ ആളുടെ മുഖമൊക്കെ മാറി കരയാൻ പോണ പോലെയൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾക്ക് കത്രിക കൊണ്ട് വെട്ടണതാണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു ഇതുകൊണ്ട് മുടി വെട്ടുമ്പോൾ ആൾക്ക് പേടിയാണ് മുടി വെട്ടാനായിട്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. ആൾക്ക് ഇതിൻ്റെ ശബ്ദം കേട്ടിട്ടാണോ എന്നറിയില്ല, ഇങ്ങനെ ചെയ്യണ കാണുമ്പോൾ തന്നെ ആൾക്ക് പേടിയാണ്. എന്നാൽ മുടി വെട്ടാൻ പോകുന്ന സമയത്ത് പറയും എൻ്റെ മുടിയും കൂടി വെട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ വന്നതാൾ ഞാൻ പറയും ഇത് ആൺകുട്ടികളുടെ മാത്രം മുടി വെട്ടിക്കാൻ സ്ഥലമാണ് മോനെ, പെൺകുട്ടികളുടെ നമുക്ക് വേറെ സ്ഥലത്ത് പോയി മുടി വെട്ടാന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ മുടി വെട്ടിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മുടി വെട്ടാൻ പറയും കേട്ടോ അവൻ. അപ്പോൾ ഇതേ മൂത്ത ആളുടെ മുടിയൊക്കെ നന്നായി വെട്ടി നല്ലോണം ഒതുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ചേട്ടൻ. ഞാൻ തന്നെ പറഞ്ഞതാണ് കേട്ടോ നന്നായിട്ട് ഷോർട്ട് ചെയ്യാനായിട്ട്. 2 പേരും മുടി പെട്ടെന്ന് വളരുന്ന മുടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം ഷോർട്ട് ചെയ്ത് തന്നെ വെട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ണൊക്കെ ഇറുക്കി അടച്ചാണ്ടിരിക്കുന്നത്. അപ്പോൾ എന്നോട് ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എന്നെ വഴക്കുറയുണ്ട് കേട്ടോ ആൾ ഇങ്ങനെ വീഡിയോ എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവനങ്ങനെ ഇരിക്കണം കണ്ടപ്പോഴേക്കും ഒരു രസം തോന്നിയപ്പോൾ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. പിന്നെ മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉഷാറായി. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതിന് മുമ്പേ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇനി മഴ പെയ്താലോ എന്ന് വിചാരിച്ച് നേരത്തെ ഇറങ്ങിയതാണ്. അപ്പോഴേക്കും ഞങ്ങൾ അവിടെ മുടി വെട്ടി ഇറങ്ങിയപ്പോഴേക്കും ഒരു നേരിയ ചാറ്റൽ മഴ പോലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ വേറെ എവിടെയും ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നില്ല. അതേപോലെ മഴയൊക്കെ ഒരു മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്യുന്നതിന് മുമ്പ് വീട്ടിലും എത്താമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പിന്നെ വേറെ പർച്ചേസിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബുക്കും കാര്യങ്ങളൊക്കെ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ബുക്കൊക്കെ പർച്ചേസ് ചെയ്യുന്നതും ബാഗ് ഞങ്ങൾ മേടിക്കുന്നതും എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുമ്പുള്ള വീഡിയോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മേടിച്ച ഷൂ അല്ല ചെരുപ്പ് കേട്ടോ. 2 പേർക്കും മേടിച്ച ചെരുപ്പ്. അപ്പോൾ ഇവിടെ ബുക്കും ബാഗൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേ ദിവസം ഞായറാഴ്ച ഉണ്ട് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ തിങ്കളാഴ്ച ക്ലാസ്സിൽ പോകേണ്ടതാണല്ലോ. അപ്പോൾ
തിങ്കളാഴ്ച ബാഗിലൊന്നും കൊണ്ടുപോവുകയൊന്നും വേണ്ട. എന്നാലും ഞാൻ എല്ലാ ബുക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ബാഗിലൊക്കെ ആക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ച് നിന്നതാണ്. പിന്നെ ബുക്ക് കവറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ സ്റ്റിക്കർ നെയിം സ്ലിപ്പൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ സ്റ്റാപ്ലറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല ബുക്സിന്. പിന്നെ ബുക്കിന് സ്റ്റാപ്ലറൊക്കെ അടിച്ചാണ്ട് കൊടുക്കാറുള്ളത് അവർക്ക്. എന്നുവെച്ചാൽ പെട്ടെന്ന് കവർ പെട്ടെന്ന് ഇങ്ങനെ പോരാണ്ടിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ചെരുപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ 2 പേർക്കും ഒരേ ടൈപ്പ് തന്നെ ചെരുപ്പാണ് മേടിച്ചേക്കുന്നത്, ഒരേ കമ്പനിയുടെ തന്നെ. ഒരാൾക്ക് മൂത്ത ആൾ കുറച്ച് വലുതും അതിൻ്റെ തൊട്ട് ചെറുത് തന്നെ ഇളയാൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷൂ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ ഷൂ ഒക്കെ ഉള്ള കാരണം അതൊന്നും മേടിക്കണം, ഈ പ്രാവശ്യം ചെരുപ്പ് തന്നെ മേടിക്കേണ്ടതെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ മഴയൊക്കെ കാരണം എന്തായാലും ഈ ചെരുപ്പാണ് അവർക്ക് ആക്കിയിരിക്കുന്നത് സ്കൂളിലോട്ട്. അപ്പോൾ ചെരുപ്പൊക്കെ മേടിച്ചു. അതിന് ശേഷം ഞാൻ ബുക്കൊക്കെ പേരൊക്കെ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ബുക്ക് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1-2 ദിവസമായിട്ടോ ബുക്കൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബുക്ക് കവർ ചെയ്യണതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിന് തൊട്ട് മുൻപായിട്ട്. അപ്പോൾ ഞാൻ ബുക്കിന് നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബെൻറ്റൻ്റെ കേട്ടോ നെയിം സ്ലിപ്പ്. നമുക്ക് ബുക്ക് മേടിച്ചപ്പോഴും അതേപോലെ ബാഗൊക്കെ മേടിച്ചപ്പോൾ നമുക്ക് നെയിം സ്ലിപ്പിൻ്റെ ഒപ്പം കിട്ടി കേട്ടോ. പക്ഷെ അവർക്ക് അതൊന്നും വേണ്ട, അവർക്ക് ഇതേപോലെ ബെൻറ്റൻ്റെ ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അതേപോലത്തെയൊക്കെ നെയിം സ്ലിപ്പ് നോക്കി മേടിച്ചതാണ് കേട്ടോ. ഇപ്രാവശ്യം എല്ലാവരുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ബാഗായാലും എല്ലാം മേടിച്ചു കൊടുത്തേക്കുന്നത്. വാട്ടർ ബോട്ടിലാണെന്നുണ്ടെങ്കിലും എല്ലാം അങ്ങനെ കേട്ടോ മേടിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോഴാണ് ഇളയാൾക്ക് ഭയങ്കര വാശിയാണ്ടാവും, എനിക്ക് ഇഷ്ടമുള്ളത് തന്നെ മേടിക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ ആൾക്ക് സ്കൂളിൽ പോകാൻ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെയാണ് എനിക്ക് മേടിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ എല്ലാ ബുക്കിലും പേരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കളുടെ പേര്, ഒരാളുടെ പേര്, മൂത്താളുടെ പേര് യാസിൻ നിഹാൽ എന്നാണ് കേട്ടോ. അതേപോലെ രണ്ടാമത്തെ ആളുടെ പേര് യാസിൻ നിഹാസ് എന്നാണ്. അപ്പോൾ എസ്സിൻ്റെ എല്ലിൻ്റെ ഒരു വ്യത്യാസം 2 പേരും തമ്മിലുള്ളത്. അപ്പോൾ ഞാൻ ക്ലാസ് ഏതാണെന്നൊക്കെ നോക്കി കറക്റ്റ് പേര് അവരുടെയൊക്കെ 1-2 പ്രാവശ്യം മാറിപ്പോയായിരുന്നു കേട്ടോ. നിഹാൽ നിഹാസ് എന്നുള്ളത് 2 പ്രാവശ്യം മാറിപ്പോയിട്ട് ഞാൻ നെയിം സ്ലിപ്പ് മാറ്റി വേറെ ഒട്ടിക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ അതേപോലെ 2 പേരുടെയും ടെക്സ്റ്റ് ബുക്കിനായാലും നോട്ട് ബുക്കിനായാലും പേരൊക്കെ എഴുതി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഇവർക്ക് ഇളയാൾ 2ാം ക്ലാസ്സിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ അവനിക്കിങ്ങനെ ബുക്കിൽ ഇതേപോലെ കുറച്ച് വലുതാക്കി മാർക്കറുണ്ട് GK അതേപോലെ ഇംഗ്ലീഷ് അതൊക്കെ അങ്ങനെ എഴുതി കൊടുക്കണമെന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, അവർക്ക് ബുക്കൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണ്. കുഞ്ഞു കുട്ടികളല്ലേ, അപ്പം നമുക്ക് മൂത്താൾ 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ അവനിക്ക് പ്രശ്നമില്ല, നമുക്ക് പേര് നോക്കി സബ്ജക്റ്റ് നോക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ചെറുതുങ്ങളായതുകൊണ്ട് അവർക്ക് കുറച്ച് വലുതാക്കി മാർക്കറുണ്ട് ബുക്കിൽ നോട്ട് ബുക്കിൽ ഇങ്ങനെ എഴുതി കൊടുക്കണമെന്ന് ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അതേപോലെയൊക്കെ എഴുതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ ബുക്കുകളും കവറൊക്കെ ചെയ്തു, പേരൊക്കെ എഴുതി ഒട്ടിച്ചു. അതേപോലെ സ്റ്റാപ്ലറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും സ്റ്റാപ്ലറൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാത്തിനും. ഇത് സ്കൂളിലെ ഡയറിയാണ് കേട്ടോ. അപ്പോൾ അവർ പഠിക്കാൻ സ്കൂളിലെ ഡയറിയാണ്. അപ്പോൾ അവർ പഠിക്കുന്നത് സെൻറ്റ് തോമസ് CBSE സ്കൂൾ കൊടുങ്ങല്ലൂർ തന്നെ ഉള്ള സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എടുത്ത് കഴിഞ്ഞു. ബാക്കി കുറച്ച് നെയിം സ്ലിപ്പൊക്കെ ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി. പിന്നെ ഈ ബോക്സിൽ പെൻസിലും പേനയും റബ്ബർ കട്ടർ അതൊക്കെ വെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെൻസിൽ മേടിച്ചപ്പോഴും പെൻസിലായാലും റബ്ബറായാലും നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട്. അതായത് 1-2 ദിവസം കഴിയുമ്പോഴേക്കും സ്കൂളിൽ വെച്ച് അത് മറന്നുപോയി ഇത് മറന്നുപോയി എന്നൊക്കെ പറഞ്ഞ് വരും കേട്ടോ. അത് കാരണം പെൻസിലാണെങ്കിലും കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ടെങ്കിലും കാണിച്ചിട്ടില്ല കേട്ടോ. കൂടുതൽ മേടിച്ചതൊന്നും ഇവരെ കാണിച്ചിട്ടില്ല, ഇവർക്ക് കുറച്ച് മേടിച്ചത് കാണിച്ചിട്ടുള്ളൂ. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നത്. എന്തായാലും സ്കെയിലൊക്കെ എപ്പോഴും സ്കൂളിൽ വെച്ച് മറന്നാണ് ഇവർ വരാറുള്ളത്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ, സ്കൂളിൽ പോണ ദിവസമാണ്. അപ്പോൾ ഞാൻ മിക്കപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ നല്ല മഴയുള്ള ദിവസം എന്നും പറഞ്ഞിട്ടാണല്ലോ ഞാൻ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ പുട്ട് തന്നെ ഉണ്ടാക്കിയത് ഇന്നും. അതായത് മീൻകറിയുള്ള ദിവസങ്ങളിൽ ഞാൻ പുട്ടാണ് ഉണ്ടാക്കാറുള്ളത്. നമുക്ക് തലേ ദിവസത്തെ മീൻകറിയൊക്കെ ഉള്ളപ്പോൾ പിന്നെ പുട്ടിനായിട്ട് വേറെ കറി ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പുട്ടിന് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും കൂടി വെച്ചിട്ട് ആ സമയത്ത് എൻ്റെ ലൈറ്റർ കേടായി പോയിട്ട് ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. പറഞ്ഞാൽ മേടിക്കണം എന്ന് വിചാരിച്ച് നിൽക്കണേന്, പക്ഷെ മറന്നു പോകും പുറത്ത് പോകുമ്പോൾ അത് മേടിക്കാനായിട്ട്. അപ്പോൾ ഒരു മീൻ കറി ഉണ്ടാക്കാമെന്ന് വെച്ചാൽ രാവിലെ തന്നെ എളുപ്പത്തിൽ, കാരണം എനിക്കും ഇവരുടെ ഒപ്പം സ്കൂളിൽ പോകേണ്ടതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു വേഗം തന്നെ ഒരു മീൻ കറി ഉണ്ടാക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ.
കുറച്ച് സവാള, തക്കാളി, അതേപോലെ പച്ചമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളക് എടുക്കാം, പിന്നെ കറിവേപ്പില, ഉപ്പുപൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും കാര്യം. പിന്നെ നമ്മുടെ പുളി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ലോണം തിരുമ്മി യോജിപ്പിക്കുക എല്ലാം. അത് കഴിഞ്ഞ് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം വേണമെന്നില്ല കേട്ടോ. ഞാൻ സാധാ തണുത്ത വെള്ളം തന്നെ, പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കാറുള്ളത്. അങ്ങനെ വെള്ളം കൂടി മീൻ വേവാൻ പാകത്തിന് വെള്ളം കൂടി വെച്ച് കൊടുത്ത് നമ്മുടെ ഈ അരപ്പൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് കഴുകി വെച്ച മീൻ ഏതാണെന്നോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ മീൻ കറിക്ക്. അപ്പം ഞാൻ രാവിലെ തന്നെ വേഗം മീൻ കറി ഉണ്ടാക്കി. കാരണം ഇവരുടെ ഒപ്പം തന്നെ എനിക്ക് റെഡിയായി പോകാമല്ലോ. അപ്പം പിന്നെ അല്ലെങ്കിൽ ഞാൻ പിന്നെ 9:30ക്കാണ് അവിടെ പരിപാടി. 9 തൊട്ട് 12 വരെയാണ്. അപ്പോൾ അത്ര നേരത്തെ എത്തണമെന്നില്ല. പാരൻസാണ് കുറച്ച് വൈകിയാണെങ്കിൽ എത്തിയാൽ മതി. പക്ഷെ ഇവർ പോകുമ്പോൾ തന്നെ ഇവരുടെ ഒപ്പം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എല്ലാ ജോലികളും വേഗം തന്നെ തീർക്കണത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് രാവിലെ എഴുന്നേറ്റപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്ക് ഒരുമിച്ചാണ് ചായയൊക്കെ വെച്ചത്. അപ്പോൾ മീൻ കറി ആവുന്നുണ്ട്. അപ്പോൾ ചായയും വെച്ചു. അതിന് ശേഷം ചായ വെച്ചെടുത്തതിന് ശേഷം പിന്നെ ആ അടുപ്പത്ത് തന്നെ പുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പുട്ടും കൂടി ഉണ്ടാക്കി വെക്കണമായിരുന്നു. അപ്പോൾ ഞാനൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആൾക്ക് മാത്രം ഒരു പുട്ട് വേഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മുടെ ചോറ് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ എടുത്ത് വെച്ചു. ചോറ് റൈസ് കുക്കറിൽ തന്നെയാണ് എടുത്ത് വെക്കാറുള്ളത്. അപ്പോൾ നമുക്ക് വേഗം ഒരു മണിക്കൂർ അപ്പോഴേക്കും നമുക്കിത് ചോറ് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ചോറൊക്കെ പിന്നെ ഊറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ സ്കൂളിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വൈകി വന്നാലും പേടിക്കേണ്ട, വന്നു കഴിഞ്ഞാൽ ചോറ് വേഗം കഴിക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം റെഡിയാക്കി വെച്ചപ്പോൾ എനിക്കൊരു സമാധാനത്തോടെ സ്കൂളിലിരിക്കുകയും ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷൻ, അയ്യോ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ചോറുണ്ടാക്കിയിട്ടില്ലല്ലോ എന്നുള്ളത്. ഇതിപ്പോൾ എല്ലാം ഉണ്ടാക്കി വെച്ച് പോയാൽ നമുക്ക് സമാധാനത്തോടെ സ്കൂളിലായെങ്കിൽ അവരെ ഇരിക്കാമല്ലോ. ഇതിപ്പോൾ സ്കൂളിലോട്ട് പോകാൻ റെഡി ആയതുകൊണ്ട് ഞാനും മക്കളെ ആദ്യം റെഡിയാക്കി, പിന്നെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതേപോലെ വീഡിയോ ഒക്കെ എടുത്ത് അത് റെഡിയാക്കി നിർത്തി. അതിന് ശേഷമുണ്ട് ഞാൻ പോയി റെഡിയായത്. അപ്പോൾ ഇവരോടൊപ്പം തന്നെ ഞാൻ ഇറങ്ങി. ഒരു 9 മണി കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഒരു 10-15 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ വീട്ടിൽ നിന്ന് സ്കൂളിലോട്ട്. ഒരുപാട് അകലെയൊന്നുമല്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പം പിന്നെ ആ സമയമാകുമ്പോഴേക്കും 9 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇവർ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വീഡിയോ ഒക്കെ എടുക്കണതാണ് കേട്ടോ. ഇവർ രണ്ടുപേരെയും റെഡി ആയിരിക്കുന്ന ഈ 5ാം ക്ലാസ്സിൽ ഈ വർഷം തൊട്ടാണ് കേട്ടോ പാൻറ്റ്. 5ാം ക്ലാസ് തൊട്ടാണ് പാൻറ് ഉള്ളത്. അപ്പോൾ മൂത്ത ആൾക്ക് പാൻറ്റൊക്കെ ആയപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എനിക്ക് പാൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇടാനായിട്ട്. അപ്പോൾ അങ്ങനെ പാൻറ്റൊക്കെ ആയപ്പോഴേക്കും അവൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. പെട്ടെന്ന് LKG കൊണ്ടേ ആക്കിയത് മാത്രമുണ്ട് ഓർമ്മയുള്ളത്. 5ാം ക്ലാസ്സിലെ അയാൾ. അപ്പോൾ ഇതാണ് സ്കൂൾ, നമ്മുടെ സെൻറ്റ് തോമസ് CBSE സ്കൂള്. അപ്പോൾ ഇത് സ്കൂളിൻ്റെ ഗ്രൗണ്ടും നല്ലോണം ഒരുപാട് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ സ്കൂളിൽ. ഫുട്ബോൾ ഗ്രൗണ്ടാണെന്നുണ്ടെങ്കിലും. പക്ഷെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ കൽപ്പൊടി പോലത്തെ മണ്ണാണെന്ന് തോന്നുന്നു. ഭയങ്കര ചെളി ഉണ്ടാവും. അതേപോലെ തന്നെ വെള്ളക്കെട്ടും ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ മഴയുള്ള സമയങ്ങളിലൊന്നും കുട്ടികൾക്ക് അങ്ങനെ കളിക്കാൻ പറ്റാറില്ല, അങ്ങനെ വിടാറില്ല കേട്ടോ. പെട്ടെന്ന് തെന്നിയൊക്കെ കാര്യങ്ങളൊക്കെ കൂടുതലല്ലേ ഈ സമയത്ത്. അത് കാരണം കുട്ടികളെ കളിക്കാനാണെങ്കിലും മഴയുള്ള സമയത്ത് ഇറക്കാറില്ല. അപ്പോൾ ഞങ്ങൾ നേരെ ഹാളിലാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത് പാരൻസിനോടും കുട്ടികളൊക്കെ ആയിട്ട്. അതേപോലെ പുതിയ കുട്ടികളെ LKGയിലോട്ട് ചേർക്കാൻ വന്ന കുട്ടികളുണ്ടായിരുന്നു. അതേപോലെ വേറെ ക്ലാസ്സുകളിലോട്ട് വന്ന പുതിയ കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വന്നപ്പോഴേക്കും അത്ര ആൾക്കാരൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയത്. ഇതാണ് കേട്ടോ സ്കൂളിൻ്റെ പാർക്ക് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു പാർക്കാണ്. എന്നാലും എല്ലാ കളിക്കുന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ മഴയൊക്കെ ആയത് കാരണം അവിടെയും ഭയങ്കരമായിട്ട് വെള്ളമൊക്കെ കെട്ടിക്കിടക്കണമായിരുന്നു കേട്ടോ.
അപ്പോൾ നമ്മൾ കണ്ടത് സ്കൂളിൽ തന്നെ ബാൻഡായിരുന്നു കേട്ടോ. അപ്പം അവരെ പരിപാടി തുടങ്ങിയപ്പോഴേക്കും നേരിയതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളെയും കൊണ്ട് വന്ന സമയത്ത് തന്നെ കറക്റ്റ് ആ സമയത്ത് നേരി മഴയും പെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ സ്റ്റേജിൽ ടീച്ചർമാരുടെ ഡാൻസാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ഒപ്പം തന്നെ ടീച്ചർമാരുണ്ടാവും. എല്ലാ പരിപാടികളിലും കുട്ടികളൊപ്പം തന്നെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതേപോലെ ടീച്ചർമാർ തന്നെയാണ് കുട്ടികളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. പുതിയ കുട്ടികൾ ഓരോരുത്തരെയും ടീച്ചർമാർ തന്നെയാണ് സ്റ്റേജിലൂടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെയൊക്കെ ഒരു ചെറിയൊരു പരിപാടിയും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളുടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. LKG UKG കുട്ടികളുടെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. സിസ്റ്റർമാരുടെ പ്രസംഗവും അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോഴേക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഹാളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് മുമ്പ് പിന്നെ പുറത്ത് പാർക്കിലാണ് പിന്നെ പോയിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ നല്ലോണം പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.